47 yearsന് ശേഷം രജനികാന്ത് കമൽ ഹാസൻ എന്ന് പറയുന്ന ഒരു OG കോമ്പിനേഷൻ നമുക്ക് തിരിച്ചു കിട്ടാൻ പോവാണ്. ഈ ഒരു സിനിമയുടെ ഹൈപ്പ് അങ്ങേയറ്റമാണ്. ബിക്കോസ് ഈ ഒരു സിനിമ ആദ്യം 2025 മേക്കിങ്ങിൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പീപ്പിൾ സ്റ്റാർട്ടഡ് ലൂസിങ് ദെയർ മൈൻഡ്സ്. ഐ മീൻ ആദ്യം ഈ ഒരു സിനിമ ലോകേഷ് കനകരാജാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു. ആൻഡ് ആഫ്റ്റർ ദ പെർഫോമൻസ് ഓഫ് കൂലി ലോകേഷ് കൈൻഡ് ഓഫ് ബാക്ക്ഡ് ഔട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പ്രദീപ് രംഗനാഥൻ ആയിരിക്കും പുതിയ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കുറേ റൂമേഴ്സ് വന്നിരുന്നു. ആൻഡ് നൗ വി ഫൈനലി നോ ഹൂ ദ ഡയറക്ടർ ഓഫ് KHRK അല്ലെങ്കിൽ രജനികാന്ത് കമൽ ഹാസൻ മൂവി ഇറ്റ്സ് ഗോണ ബി നെൽസൺ ദിലീപ് കുമാർ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടർ ജയിലിൻ്റെ ഒക്കെ ഡയറക്ടറായ നെൽസൺ ആണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. ആൻഡ് at this point, I think Nelson is one of the most bankable directors in Tamil industry because Doctor ആയാലും ശരി, ജയിലർ ആയാലും ശരി, or കോലമാവ് കോക്കില വേറെ ലെവൽ ഹിറ്റ്സ് ആയിരുന്നു. ഹി ഹാസ് എ ഗ്രേറ്റ് ലൈനപ്പ്. ഈവൻ ബീസ്റ്റ് അത്രയും മാത്രം പെർഫോമൻറ്റ് മൂവി അല്ലെങ്കിൽ പോലും ഇറ്റ് വാസ് എൻ ആവറേജ് പെർഫോമിംഗ് മൂവി. ദർ വാസ് നോ ഫ്ലോപ്സ് or underperforming movies in Nelson. So I think the script is in safe hands. And the thing is, I am more excited about how Nelson is going to be making this movie because Rajinikanth Kamal Haasan എന്നൊരു കോമ്പിനേഷൻ പറയുമ്പോൾ തന്നെ അപൂർവ രാഗങ്ങൾ അല്ലെങ്കിൽ മൂன்று മുടിച്ച് ഇതുപോലത്തെ കുറേ ഇൻറ്റൻസ് സ്റ്റോറി ടെല്ലിങ് അല്ലെങ്കിൽ രജനി ഈസ് എ മോർ ഓൺ ദ വില്ലൻ സൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആൻഡ് കമ്മിങ് ടു നെൽസൺ, he knows how to intensely show the story with humor. ഇപ്പം ഡോക്ടർ ആണെങ്കിലും ജയിലർ ആണെങ്കിലും ഇറ്റ് ഹാഡ് ക്രൈം സിൻഡിക്കേറ്റ്, ഇറ്റ് ഹാഡ് ആക്ഷൻ സീക്വൻസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഹ്യൂമർ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് വെരി കൊമേഡിക് വേയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അടിപൊളിയായിട്ട് ചെയ്യും. ആൻഡ് ദാറ്റ്സ് മോർ വൈ ഐ എം എക്സൈറ്റഡ് ടു സീ ഹൗ ഹി ബ്രിങ്സ് ഔട്ട് ദീസ് ആക്ടേഴ്സ് ഇൻ ദറ്റ് മൂവി. ആക്ഷൻ മാസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഐ നോ ഫോർ എ ഫാക്ട് ദറ്റ് ഇറ്റ് ബി എ വെരി ഫൺ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ഫോർ ദീസ് പീപ്പിൾ. ആൻഡ് ഈ ഒരു സിനിമേൻ്റെ പോസ്റ്റർ തൊട്ട് എനിക്ക് മനസ്സിലായി ദിസ് ഇസ് എ മോർ ഓഫ് എ ട്രിബ്യൂട്ട് കൈൻഡ് ഓഫ് മൂവി ഫോർ ബോത്ത് ഓഫ് ദീസ് ലെജൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബിക്കോസ് ദിസ് മൂവി ഈസ് ഗോണ ബി റിലീസിങ് അറ്റ് ഈ ഒരു ഫസ്റ്റ് ഗ്ലിംസ് റിലീസ് ചെയ്യുന്നത് 12/7 PM അല്ലെങ്കിൽ 12 ഫോർ രജനി ആൻഡ് 7 ഫോർ കമൽ ഹാസൻസ് ബർത്ത് ഡേറ്റ്സ്. ഇങ്ങനെ കുറേ ട്രിബ്യൂട്ടൽ റെഫറൻസസ് മൂവിയിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കുറേ പഴയ ഡയലോഗ്സ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഐ എം ഗെസ്സിങ് ഇറ്റ് ബി എ ഫാൻ എക്സ്പീരിയൻസ്. ഈ സിനിമ എന്തായാലും കുറേ പൈസ വാരും. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ഗ്ലിംസ് വന്നിരിക്കുകയാണ് ലൈക്ക് എസ് 12/7 PM ആ ഒരു റെഫറൻസിൽ തന്നെയാണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ 3 minutes and 47 seconds. ആൻഡ് അഗൈൻ വെൻ കമ്മിങ് ടു ടീസർ, നെൽസൺ ഈസ് വെരി ക്രിയേറ്റീവ്. പുള്ളി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഭയങ്കര കൊമേഡിക് ആയിരിക്കും, പക്ഷെ നല്ല കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഗ്ലിംസിൽ നിന്ന് തന്നെ യൂഷ്വലി കിട്ടാറുണ്ട്. ഇപ്പം ഡോക്ടറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഹിസ് ടീസേഴ്സ് ഓർ ഗ്ലിംസസ് is വേറെ ലെവൽ. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ വാച്ച് ദ ഗ്ലിംസ് ഓഫ് ദ മൂവി. ആൻഡ് ഞാൻ കുറേ അത്യാവശ്യം ലൈറ്റായി. സോ ബിഫോർ ഐ ഗെറ്റ് എനി സ്പോയിലേഴ്സ് ലെറ്റ്സ് വാച്ച് ഇറ്റ്. സോ ബിഫോർ വി സ്റ്റാർട്ട്, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു സിനിമയ്ക്ക് മുമ്പ് രജനികാന്ത് ആൻഡ് കമൽ ഹാസൻ ഒരുമിച്ച് അഭിനയിച്ചത് 1979 നിനൈത്താലെ ഇനിക്കും എന്നൊരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് 47 വർഷത്തിൽ ഇവർ ഒരിക്കൽ പോലും ഒരു സിനിമയിൽ ഒരു സെയിം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടില്ല. ആൻഡ് ദാറ്റ് is not even for guest roles. And ഈ ഒരു സിനിമയിലാണ് അവർ ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഇസ് ഗോണ ബി ദ ഫസ്റ്റ് ഗ്ലിംസ് ഓഫ് ദാറ്റ്. ആൻഡ് ഓൾസോ ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു നിനൈത്താലെ എനിക്കും കഴിഞ്ഞിട്ടാണ് രജനികാന്ത് വെന്റ് ഓൺ ടു ടേക്ക് അപ്പ് മാസ് റോൾസ് ആൻഡ് ബിക്കം ദ സൂപ്പർ സ്റ്റാർ. ആൻഡ് കമൽ ഹാസൻ വെന്റ് ഓൺ ടു ബിക്കം ദ Ulaganayagan of Tamil cinema and went on to perform performance centric roles. And ഈ ഒരു സിനിമയുടെ പ്രൊഡക്ഷൻസ് ചെയ്തിരിക്കുന്ന റെഡ് ജയൻസ് ആണ്. സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇൻബൻ ഉദയനിധി അല്ലെങ്കിൽ നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ്റെ 21-year-old സൺ ആണ് ഈ ഒരു മൂവിൻ്റെ പ്രൊഡ്യൂസർ. സോ ബിഫോർ എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗോ വാച്ച് ദ മൂവി. இந்த ரூமுக்கு ஃபர்ஸ்ட் போறது புதுவிதமான கன்ஃபியூஷனா இருக்கு. இந்த ரூமுக்கா ரெண்டுல ஏதாவது தொடுங்க. என்னத்தல சண்முக பிரியாவா கோகில பிரியாவா? ஹீரோயினா ராகஞ்சி. சரி கரகர பிரியால போய்டும். போய் சொல்கிறேன், தொண்டை வர ஒரு மாதிரி இருக்கு. இசை தெரிஞ்ச என்னையே இப்படி ஏமாத்துறியப்பா, பாவம் அதர்ஸ். பட் இந்த 2 finger டெக்னிக் ரொம்ப நல்லா இருக்கு. നമ്മളും ഇതേ ഈ ഒരു സിനിമ ഞാൻ പറഞ്ഞില്ലേ, കുറേ സാധനങ്ങളിൽ ഹോളിവുഡ് റെഫറൻസസ് നല്ലപോലെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ഗ്ലിംസിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റിലായാലും പിന്നെ ഈ ഒരു പോസ്റ്റേഴ്സ് ദി ഗോഡ് ഫാദർ ആൻഡ് വൺസ് അപ്പോൺ എ ടൈം ഇൻ അമേരിക്ക ഇസ് ഷോയിങ് സിഗ്നിഫിക്കൻറ്റ് ഹോളിവുഡ് റെഫറൻസസ്. ഇറ്റ് കുഡ് ബി ദ ടൈം, ഇറ്റ് കുഡ് ബി ദ സ്റ്റോറി ലൈൻ. ആ ഒരു കൈൻഡ് ഓഫ് ജോൺറ ആയിരിക്കും ഈ ഒരു മൂവി എന്നാണോ അവർ പറയുന്നത് എനിക്കറിയത്തില്ല. ബട്ട് ഇറ്റ് ഹാസ് ഹെവി ഹോളിവുഡ് റെഫറൻസസ് ബീങ് pushed into the movie with posters, with the styling of the letters. Ellam kondum it feels a little retro-y at the same time having a lot of Hollywood references. Follow பண்ணுவோம். இந்த ரூமுக்கு போலாம். சூப்பர் சார். ரஜினி சாரும் இதை செலக்ட் பண்ணியிருக்காரு.
குட் சாய்ஸ் சார். கமல் சாருக்கு அது ரொம்ப அழகாக இருந்தது. இருக்கட்டும். இது சார் எடுத்திருக்காரா இல்லையா? இல்லை சார், இது சார் எடுக்கல. இது அது ஆல்ரெடி சார் எடுத்து கட்டிட்டார் சார். അടിപൊളി ലുക്ക്. ഐ മീൻ രണ്ടുപേരും ആ ഒരു റൈവലറി കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ, നെൽസൺ നോസ് ടു ഇൻറ്റിഗ്രേറ്റ് ആ ഒരു ഹ്യൂമർ സെൻസ്. ഇവർ റൈവൽസ് ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ്, ദ വേ ദേ ഷോഡ് ഇറ്റ് അടിപൊളിയാണ്. ആൻഡ് ലുക്ക് കിട്ടില്ല. ഗ്ലാസസ് തൊട്ട് ജാക്കറ്റ് തൊട്ട് ബെൽറ്റ് എല്ലാം റെട്രോയി ഫീലിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, മൂവി ദ വാച്ച് ഡസൻറ്റ്, ബട്ട് ബെൽറ്റ്, ജാക്കറ്റ്സ്, ബൂട്ട്സ് എല്ലാം കൂടെ നല്ല ഒരു ക്ലാസിക് ഓർ ഒരു റെട്രോയി കൈൻഡ് ഓഫ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, വിത്ത് ദ കോസ്റ്റ്യൂംസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. വിത്ത് ആൻഡ് ദ ലുക്ക് മാൻ വേറെ ലെവലാണ്. വേറെ ഐ മീൻ ഈ ഒരു ഒറ്റ ഫ്രെയിം പോലെ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു മുതലുണ്ടെന്ന് അറിയാനായിട്ട്. ഐ മീൻ ഇറ്റ് ഡസ് ഫീൽ ലൈക്ക് എ ലോട്ട് ഓഫ് വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡ്. നിങ്ങൾ ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈബിലുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഇറ്റ് കുഡ് നോട്ട് ബി ലൈക്ക് ഐ എം നോട്ട് സെയിങ് ദ ആക്ടിങ് ഇറ്റ് സെൽഫ്, ബട്ട് ഇറ്റ് ഡസ് ഫീൽ ലൈക്ക് ആ ഒരു ഡ്രസ്സിങ്ങും പിന്നെ ഒരു റെഫറൻസ് ആയാലും ആ ഒരു ഇറ്റ് സെറ്റ് somewhere around the 80s and 90s is what I feel. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വാച്ച് എനിക്ക് അറിയത്തില്ല. ഇറ്റ് മൈറ്റ് ബി എ റെട്രോ വാച്ച്, ബട്ട് ഇറ്റ്സ് G-Shock. സോ ഐ എം നോട്ട് ഷുവർ ഇഫ് ദേ ഹാഡ് എ വാച്ച് ദറ്റ് ഇൻ ദ 80s or 90s, ബട്ട് ഇതുവരെ ഉള്ള എല്ലാം ഡ്രസ്സിങ്സ് ആയാലും അവൻ്റെ ഒരു മാനറിസം ആയാലും ഇറ്റ് ഡസ് ഫീൽ എ ബിറ്റ് 80s ആൻഡ് ദ കാർസ് as well. എനിക്ക് മാത്രമായിരിക്കും ഇത് തോന്നുന്നത്, ബട്ട് കമൽഹാസൻ്റെ ഫേസിലുള്ള ഒറിജിനാലിറ്റി രജനീകാന്തിൻ്റെ ഫേസിലില്ല. എന്തൊരു AI വെച്ചിട്ട് ഡി-ഏജിങ് ആണോ അല്ല എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ നല്ലപോലെ രജനീൻ്റെ മുഖത്തിൽ ഒരു ചെറിയ ഒരു മാറ്റം കാണുന്നുണ്ട് എനിക്ക്. ഇറ്റ് കുഡ് അഗൈൻ ബി ജസ്റ്റ് മീ. എൻ്റെ ഡിസ്പ്ലേൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് കുറച്ചെന്തോ ഒരു വശപിശക ഉണ്ട്. രാജീവ് മേനോൻ. $47 years കഴിഞ്ഞിട്ടുള്ള ഒരു റീയൂണിയൻ ആണത്. സോ ഇറ്റ് ഈസ് മാസീവ്. ஒரு பீட் தோணும், ஒரு பப்பி லகிரியும் பப்பி மிக்ஸ் பண்ண மாதிரி ஒரு தீம் மியூசிக் ரெடியா கேட்போமா? അതെല്ലാം ഞാൻ പറഞ്ഞു ഉറപ്പിച്ചോ ഈ ഒരു സിനിമ ആ ഒരു നിങ്ങൾ നെയിമിങ്ങിൻ്റെ ആ പാറ്റേൺസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് almost sure for me with all the cars, with all the dressing references ellam kondum this movie is definitely in the 90s or 80s, that's for sure. But
ഈ മച്ചാൻ്റെ ലുക്ക് നിങ്ങൾ കണ്ടോ? കമൽ ഹാസൻ ലുക്സ് വേറെ ലെവൽ. എനിക്ക് രജനീൻ്റെ ഐ ആം എ രജനി ഫാൻ, ബട്ട് ദിസ് ലുക്ക് ഫോർ കമൽ ഹാസൻ ഇസ് கேட்கலாம். அதுக்கு முன்னாடி ஒன்று கேட்கணும். யாரு ஹீரோ? கேட்குறாங்க இல்லை, சொல்லுங்க ஜி, யாரு ஹீரோ? ഈ സിനിമ കുറേ പൈസ വാരും. ആൻഡ് നിങ്ങൾക്കിത് എത്ര പേരിന് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ദിസ് മൂവി ഈസ് ആക്ച്വലി വെരി ഹാർഡ് ടു മേക്ക്, ബിക്കോസ് ഒരാളിന് കൂടുതൽ റെഫറൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഒരാളിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ദിസ് മൂവി വിൽ നോട്ട് ഹാപ്പൻ. ദ ഫാൻ ബേസസ് വുഡ് നോട്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ആയിരിക്കും ആ ഒരു പെർട്ടിക്കുലർ ആക്ടറിൻ്റെ ഫാൻ ബേസ് വരാൻ പോകുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഡിഫിക്കൾട്ട്. എന്നുവെച്ചാൽ രണ്ടുപേരും ആർ ടു ലെജൻഡ്സ് ഓഫ് തമിഴ് സിനിമ. സോ if they feel like okay എൻ്റെ റോളിന് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ there is possibilities of the movie getting delayed. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ള ഒരു മൂവിയാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യത്തെ ആ ഒരു ഡയലോഗ് ഇസ് ആക്ച്വലി ഫ്രം തില്ലുമുല്ല എന്നൊരു സിനിമയിലാണ്. സോ ദാറ്റ്സ് എ രജനി റെഫറൻസ്. അത് കഴിഞ്ഞ ഉടനെ 07 ഓൺ ദ ഡോർ ഫോർ കമൽ ഹാസൻസ് ബർത്ത്ഡേ. ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് അവർ റെഫറൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. ദാറ്റ് ഈസ് ദി കൈൻഡ് ഓഫ് തിങ്സ് ദറ്റ് ദ മൂവി വുഡ് റിക്വയർ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫാൻ ബേസ് വുഡ് നോട്ട് അക്സെപ്റ്റ്. ആൻഡ് അതിന് എൻഡിങ് വന്നൊരു ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ഗോണ ബി ദ ഹീറോ ഓഫ് ദിസ് മൂവി? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ഒരാൾ ഹീറോ ഒരാൾ വില്ലൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ദിസ് ഇസ് നോട്ട് സംതിങ് ന്യൂ, ബിക്കോസ് രജനി സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ വില്ലൻ അഗൈൻസ്റ്റ് കമൽ ഹാസൻ. ബട്ട് ഈ ഒരു സിനിമയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എ ക്ലാഷ്. ദർ ഇസ് എ പോസിബിലിറ്റി ആര് ഹീറോ ആയാലും ആര് വില്ലൻ ആയാലും ഓപ്പോസിറ്റ് ഫാൻ ബേസ് നല്ലപോലെ ക്ലാഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഐ എം ഗെസ്സിങ് ദേ വുഡ് നോട്ട്, ഐ ഡോണ്ട് നോ, ദേ മൈ ടേക്ക് ദ റിസ്ക്. അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ അവരെ കൊണ്ടുവരാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് മോസ്റ്റ് ലൈക്ലി ഗോണ ബി ലൈക്ക് ദിയർ റൈവൽസ്. രണ്ടുപേരും ആ ഒരു ഹീറോയിസം കാണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ രണ്ടുപേരും ഒരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള റോളായിരിക്കും. അല്ലാതെ ഒരാളിനെ ഭയങ്കര ബ്രൈറ്റ് സൈഡും ഒരാൾ ഡാർക്ക് സൈഡിലും വെക്കാൻ ചാൻസ് കുറവാണ്. നമ്മുടെ ഉന്നയിപ്പോൾ ഒരുവനിൽ കമൽ ഹാസൻ ആൻഡ് മോഹൻലാൽ രണ്ടുപേരും ഒരു ബ്രൈറ്റ് സൈഡ് കൊടുത്ത പോലെ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ രണ്ടുപേരും ഒരു ചെറിയൊരു ഡാർക്ക് സൈഡ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ദേ വിൽ നോട്ട് ടേക്ക് ദ റിസ്ക് ഇസ് വാട്ട് ഐ ഫീൽ. ബട്ട് അഗൈൻ ഐ എം നോട്ട് ഷുവർ വൈ, ബട്ട് ഐ എം നോട്ട് സമൺ ഹൂ യൂഷ്വലി കീപ്സ് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻസ്. പക്ഷേ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഇത് ഒരു കലക്കും സിനിമ. ബിക്കോസ് അത്രയും മാത്രം സാധനങ്ങൾ ഈ ഒരു ട്രെയിലറിൽ കൂടെ തന്നെ അവർ തരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹൈപ്പ് തരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി ഇറ്റ് കീപ്സ് അപ്പ് ടു ദ ലൈക്ക് സ്റ്റാൻഡേർഡ്സ്. ആ ഒരു കമൻസിങ് സൂൺ ആണ്. സോ പ്രോബ്ലി ഇറ്റ്സ് ഗോണ ബി എ 2027 റിലീസ്. ദിസ് മൂവി ഈസ് ഓൾറെഡി മൈ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ഫോർ 2027 എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഐ എം പ്രിറ്റി എക്സൈറ്റഡ്. സോ ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ ഈ ഒരു ടീസറിൽ തന്നെ ഒരു ഗ്ലിംസിൽ തന്നെ ഉണ്ട്. വി ആർ പ്രോബ്ലി ഗോണ ഹാവ് 80s വൈബ് മൂവി, ലോട്ട് ഓഫ് ട്രിബ്യൂട്ടൽ മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു ഗ്ലിംസിൽ ഞാൻ കണ്ടു. ദിസ് ഗോണ ബി ലോട്ട് ഓഫ് ഓൾഡ് മൂവീസ് ഓഫ് ദീസ് പീപ്പിൾ ടുഗെദർ ആൻഡ് ഇൻഡിവിജ്വൽ ഡയലോഗ്സ് അങ്ങനെ ഇഷ്ടംപോലെ വരാൻ ചാൻസ് ഉണ്ട്. ഓവറോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് ഗ്ലിംസ്, വർത്ത് ദ വെയിറ്റ്, വർത്ത് ദ ഹൈപ്പ്. നമ്മൾ കാത്തിരുന്ന് 2027 ആകുമ്പം ഈ ഒരു സിനിമ വരും എന്ന് പ്രതീക്ഷയോടെ കാണാം. സോ അൺടിൽ ദെൻ ഇറ്റ്സ് പൃഥ്വി സൈനിങ് ഓഫ്. ആൻഡ് നിങ്ങൾ ഈ ഒരു ചാനലിൽ പുതിയതാണെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു ചാനൽ. ഐ ഷൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.